ടൈംസ് ഈ ഗസയിൽ ആരോഗ്യ പ്രവർത്തകരെ കൊലപ്പെടുത്തിയതിൽ ഇസ്രയേലിന് വിഷമമുണ്ടെന്നുള്ള രീതിയിൽ വാർത്ത വരുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്. കുത്താമ്പള്ളി. ഇവിടെ ആൾക്കാർക്ക് 3-4 ഭാഷ അറിയാം കേട്ടോ. എസ്കൈന്റെ തമിഴും കന്നഡയും മലയാളവും ഹിന്ദി എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സന്തോഷമുണ്ട്. നമുക്ക് നേരിട്ട് ഗസയിലേക്ക് പോകാം. എസ്കൈന് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം ഇസ്രായേൽ ഇതാദ്യമായിട്ട് ഒരു ക്ഷമ പറയുന്നു. അതുവരെ ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങള് നേരെ ആക്രമിക്കാൻ വന്നപ്പോൾ കൊലപ്പെടുത്തിയെന്നാണ്. ഒരുപക്ഷെ മനുഷ്യ രാജ്യം മുഴുവൻ ഞെട്ടിച്ച സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഇസ്രായേല് ഗസയിൽ ആംബുലൻസിൽ വന്നുകൊണ്ടിരുന്ന 15 ആരോഗ്യ പ്രവർത്തകരെ ആംബുലൻസ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടും വെടിവെച്ച് കൊലപ്പെടുത്തി. ആംബുലൻസ് അടക്കം 15 ആരോഗ്യ പ്രവർത്തകരെ കുഴിച്ചുമൂടി. അവരുടെ മൃതശരീരങ്ങൾ തിരിച്ചെടുത്തപ്പോഴാണ് മൊബൈൽ കിട്ടിയത്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, ഇസ്രായേൽ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു. അവർ പറഞ്ഞു ഇത് ആംബുലൻസ് ആണെന്ന് അറിയില്ലായിരുന്നു, ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു, എമർജൻസി ലൈറ്റ് ഇല്ലായിരുന്നു. പക്ഷേ എമർജൻസി ലൈറ്റ് കത്തിക്കിടന്ന് വളരെ കൃത്യമായിട്ട് ആംബുലൻസ് ആണെന്നുള്ള എല്ലാ ഇതും കൊടുത്തുകൊണ്ട് വന്ന ആംബുലൻസിനെയാണ് വെടിവെച്ച് 15 ആരോഗ്യ പ്രവർത്തകരെ ഗസയിൽ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ഇതാദ്യമായിട്ട് അതിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും ക്ഷമ ചോദിക്കുന്നുവെന്നും ഇസ്രായേൽ പറയുന്നു. ഇതുപോലെ 100 കണക്കിന് കൊടും ക്രൂരതയാണ് ഇസ്രായേൽ ഗസയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 67,000 പേര് കഴിഞ്ഞ 17 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു. ഈ മണിക്കൂറുകളിൽ 30 പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. SKN എന്തായാലും ഇത് വല്ലാത്ത രീതിയിലുള്ള അന്താരാഷ്ട്ര തലത്തിൽ ക്ഷുഭിതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രോഷം ആളിക്കത്തുകയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഇസ്രായേൽ പിൻവാങ്ങുന്നില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ മണിക്കൂറുകളിൽ വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോവുകയാണ്. യുദ്ധം സംബന്ധിച്ച്, ഇറക്കുമതി തീരുവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഇതിനിടയിൽ SKN ഒരു വലിയ ഒരു വിരട്ടൽ വന്നിരിക്കുന്നു ഇറാന്റെ ഭാഗത്ത് നിന്ന്. അമേരിക്കയുടെ താവളങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, സൗദി, UAE അടക്കമുള്ള എല്ലാ രാജ്യങ്ങളോടുമാണ് ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ അമേരിക്ക തൊട്ടാൽ നിങ്ങളുടെയൊക്കെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഞങ്ങളുടെ ആക്രമണം ഉണ്ടാവും എന്നുള്ള ഭീഷണി കൂടി മുഴക്കിയിരിക്കുകയാണ്. എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ്. ഗസയിൽ ഇസ്രായേലിന്റെ ബോംബിംഗ് നടക്കുന്നു, സിറിയയിൽ ആക്രമണം നടക്കുന്നുണ്ട്, ലെബനനിൽ ഹൂതികൾ തമ്മിലുള്ള പോരാട്ടം, അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. SKN.